ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ആരൊക്കെയാണ്? ഹെഡ്സ ബേബിയും പപ്പയും. ഗായ്സ്, എൻ്റെ പേര് നബുഹാൻ. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനും ഹെഡ്സ ബേബിയാണ്. മമ്മ വരുന്നുള്ളൂ. ഹെഡ്സ ബേബി ഹായ് പറയൂ. ഹായ്. സോ ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ്. ഗൈസ്, ആക്ച്വലി നമ്മൾ സൂഖ് മദീന ജുമേരയിലാണ് പോകുന്നത്. അപ്പോൾ ഷാർജയിലാണുള്ളത്. ഇനി അവിടെ എത്താൻ എന്തായാലും 45 മിനിറ്റ്സ് വേണം. അപ്പോൾ സൺസെറ്റിൻ്റെ ഉള്ളിൽ എത്തണം എന്നാണ് നമ്മുടെ പ്ലാൻ. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ. ഒരാൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കരണ്ടിൻ്റെ ഉള്ളിൽ പ്ലേ ചെയ്യുന്നുണ്ട്. വെക്കുന്നുണ്ടോ? സോ ഗൈസ്, വി ആർ വെയിറ്റിംഗ്. അച്ഛനെ വിളിച്ച അച്ചു അങ്ങനെ വെയിറ്റ് അല്ലേ? ഞാൻ മറ്റേ ചായ കറക്കി കറക്കി അതാ മമ്മതാ വരുന്നേ. ഓക്കെ, ഇൻട്രോ ഒന്നുകൂടെ പറയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഷക്കീറയാണ്. എന്റെ പേര് നുബഹാൻ. അപ്പൊ ആദ്യമായിട്ടായിരിക്കില്ല ഇക്കുന്റെ പേര് നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. ഇക്കു എന്നല്ലാണ്ട്. അപ്പൊ ഞങ്ങള് ഫോളോ മീ ഗൈസ്, നുബോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിന്ന് നല്ല അടിപൊളി ലൊക്കേഷനിലാണ് പോകുന്നത്. ഓൾറെഡി ഇക്കു പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി ലൊക്കേഷനിലാണ് പോകുന്നത്. ഇൻഷാല്ല അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഹെസ ബേബി ഒക്കെ ചാടിത്തുള്ളിയാണ് ഗൈസ് പോകുന്നത്. ഞങ്ങൾ ആക്ച്വലി സ്റ്റേ ചെയ്യുന്ന 16ാമത്തെ നിലയിലാണ്. അവിടെ നിന്ന് താഴെ ഇറങ്ങി കിട്ടുമ്പോൾ ഹെസ ബേബിക്കുള്ള സന്തോഷം നിങ്ങളൊന്ന് നോക്കി നോക്ക്. പപ്പന്റെ കാർ എവിടെ? ബേബി, പപ്പന്റെ കാർ എവിടെ? പോയിക്കോ. നമ്മള് വണ്ടിയിൽ കേറുമ്പോ ഉള്ള പ്രശ്നം ഇതാണ്. ബേബി ആദ്യം തന്നെ വലിഞ്ഞ് ഫ്രണ്ടിൽ കേറും പപ്പന്റെ കൂടെ. പിന്നെ ഒരു അടിയും പിടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മള് ബാക്കിൽ എത്തുക, അല്ലേക്കോ? അതെ, ഒരു അടിപിടിയൊക്കെ കഴിയണം. നല്ലൊരു അടിയും പിടിയൊക്കെ കഴിഞ്ഞാലാണ് ഹെസ ബേബി പിന്നെ ബാക്കിൽ എത്തുക. HEZLIN, ഹെസിലിൻ. ഞാൻ എപ്പോ ഇതുപോലെ HEZLIN, ഹെസിലിൻ എന്ന് പറഞ്ഞാല് അവൾ എപ്പോഴും ഇതാക്കി തരും കേട്ടോ. എനിക്കത് കേൾക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇത് നാട്ടിൽ വെച്ചിട്ട് പുറത്തൊരു ഗാർഡൻ നട്ട് വെച്ചിട്ടുണ്ട് അവളുടെ സ്പെല്ലിംഗ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതെപ്പോഴും കൊണ്ടുപോയിട്ട് ഇങ്ങനെ HEZLIN, ഹെസിലിൻ. അപ്പൊ ഗൈസ്, നമ്മൾ എവിടേക്കൊക്കെയോ എത്തി. ഇവിടുത്തെ മെട്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. ഐ മീൻ, ഇവിടത്തെ മെട്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. ഈ പോകുന്ന ലൈനാണ് കേട്ടോ മെട്രോ ലൈൻ. ഇത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ആണ്. ഇതിന്റെ ഉള്ളില് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം അതിന്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ വ്ളോഗ് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ആണ്. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിന്റെ ഉള്ളില് ഈ ഒരു ഭാഗത്ത് കുറെ ആൾക്കാർ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് മെട്രോ സ്റ്റേഷനാണ്. ഇതെല്ലാം മെട്രോ സ്റ്റേഷനാണ്. ഇത് പിന്നെ മെട്രോ ലൈനാണ്. ഇതിന്റെ മേലെ കൂടെ എങ്ങനെ മെട്രോ പോകും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൽ ഇപ്പൊ മെട്രോ പോകുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു മനുഷ്യന് ഭാഗ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കട്ടെ അവരുടെ ഭാഗ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓ, ഇവിടെ ബുർജ് ഖലീഫ കണ്ടവരുണ്ടോ? ബുർജ് ഖലീഫ ഇതിന്റെ ഇടയിലൂടെ നിങ്ങൾ കണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യട്ടോ. ഇവിടെ നിൽക്കുന്നുണ്ട് ബുർജ് ഖലീഫ. അതാ നിൽക്കുന്നുണ്ട് ഗൈസ്. ബുർജ് ഖലീഫ കണ്ടോ നിങ്ങള്?
എനിക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഷേപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. നോക്ക്, നമ്മുടെ മലേഷ്യയിലൊക്കെ ഉള്ള ട്വിൻ ടവറിന്റെ അല്ല അത്രയും ഇല്ലെങ്കിലും അതിന്റെ ഇടയിലൂടെ നമുക്ക് ആ ബുർജ് ഖലീഫ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുട്ടോ. അത് ഇമാറിന്റെ തന്നെ പ്രോപ്പർട്ടിയാണ്. ഇമാറിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ് കേട്ടോ. നല്ല നല്ല കൺസ്ട്രക്ഷൻസ് ആണ് അവരുടെ ബിൽഡിങ്സിന്റെ ഷേപ്പ് ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഗൈസ്, നിങ്ങൾക്ക് ആർക്കും ഭാഗ്യമില്ലെന്ന് തോന്നുന്നത്. കാരണം ഇതുവരെ ഒരു മെട്രോ പോലും ഇതിലേ പോകുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും മെട്രോ പോകുന്നതാണ്. ആ, മെട്രോ പോകുന്നുണ്ട്. പക്ഷെ ഈ പോകുന്നതാണ് മെട്രോ. ഇവിടുത്തെ മെട്രോ ഒരെണ്ണം കൂടി വരുന്നുണ്ട്. നോക്കിക്കോ, ചെറിയ ഭാഗ്യമൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. അതുകൊണ്ടാണ് കാണാൻ പറ്റിയത്. നോക്ക്, ഈ പോകുന്നതാണ് മെട്രോ. ഈ ബ്ലൂ കളർ. ഗൈസ്, ഇത് ഹിൽട്ടൺ ഹോട്ടലാണ്. ഇവിടെ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പുതിയ 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 ഓരോന്നിങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടോ ഗൈസ്. നമ്മളിപ്പം പോകുന്നത് സൂഖ് മദീനത്ത് ജുമേറയിലാണ്. ഗൈസ്, ഞങ്ങളിവിടെ എത്തി. അപ്പൊ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ലുക്ക് കാണിച്ചു തരാം. ഭയങ്കര രസാട്ടോ അത് കാണാനായിട്ട്. നമ്മളിപ്പോ പോകുന്നത് സെൻട്രൽ കോർട്ട്യാർഡിലാണ് പോകുന്നത്. അതിന്റെ ആ ഒരു ലുക്ക് നോക്ക്. ഓക്കെ ഗൈസ്, സൂഖ് മദീനത്ത് ജുമേറ. ഈ ഇരിക്കുന്ന സാധനം എന്താന്ന് നിങ്ങൾ കണ്ടല്ലോ, ബുർജ് അൽ അറബാണ് കേട്ടോ. ബുർജ് അൽ അറബിന്റെ വ്യൂ നല്ല ഭംഗിക്ക് കിട്ടുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ഗൈസ്, ഇതിൻ്റെ കൺസ്ട്രക്ഷനും ആ ഒരു ഇൻറ്റീരിയറൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. നന്നായിട്ട് അവർ ആ ഒരു പഴമ നിലനിർത്തിയിട്ടാണ് ഈ ഒരു സൂക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ, ഇതിലൂടെ ഇങ്ങനെ നടക്കാനൊക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് സൂഖ് മദീനത്ത് ജുമേറ. നോക്ക്, ബുർജ് അൽ അറബ്. ഇവിടുത്തെ വാട്ടറാണ് എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. ഗൈസ്, ഞങ്ങളിവിടെ എത്തിയപ്പോൾ തൊട്ട് ഇവർ രണ്ടുപേരും പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരുന്ന ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്കും കൂടി നമ്മൾ വീഡിയോസ് നമ്മൾ ഇതിലേക്ക് പകർത്തണമല്ലോ. എന്നാലല്ലേ യൂട്യൂബ് ചാനലിൽ എനിക്ക് അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടി പറ്റുള്ളൂ. പച്ചപ്പായലാണ്, പച്ചവെള്ളം. ഇതിനകത്ത് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ നമുക്കിതാ അവിടം വരെ എൻട്രൻസ് ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഹോട്ടലാണ്. അവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫർദർ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആ ഒരു പാലത്തിന്റെ മേളിലൊക്കെ പോകാൻ പറ്റുന്നത് അങ്ങനെ ഉള്ളവർക്കാണ് കേട്ടോ. ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമുക്ക് അങ്ങനെ ഫർദർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഒരു സ്ഥലം, ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹായ് പറയ് എല്ലാരോടും. ഹെസ്ലിൻ പറയും. ഇക്കുന്റെ പേരൊന്ന് പറഞ്ഞു. ഫുൾ നെയിം എന്താ ഇക്കുന്റെ? നുബുഹാൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ചോദിക്കാത്തവർക്കും പേര് ചോദിച്ചവർക്കുമായിട്ട് ഹസ്ബൻഡിന്റെ പേര് നുബുഹാൻ എന്നാണ് കേട്ടോ. നുബു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരോ? എന്നെ ട്രോളി ഗൈസ്, ട്രോളി. എന്നോട് ഇക്കു ചോദിക്കല്ലേ, നിന്റെ പേര് അവർക്കൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ?
എന്തായാലും ഗൈസ് കുറച്ച് നേരമൊക്കെ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം പെരും ചൂടാണ് കേട്ടോ. ഈ കാണുന്നത് പോലെയല്ല, നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം എ സി ഒക്കെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. അപ്പോൾ അപ്പുറത്തെ സൈഡിലും കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസൈഡ് കുറേ നല്ല നല്ല വെറൈറ്റി ഷോപ്പുകളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഇമാറാത്തിൻ്റെ ആ ഒരു കൾച്ചറിനെ ഉണർത്തുന്ന രീതിയിലുള്ള നല്ല നല്ല ഷോപ്പുകളുണ്ട്. ഇതൊക്കെ പിന്നെ പെർഫ്യൂം ബോട്ടിൽസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല വെറൈറ്റി ഷേപ്പിലും നല്ല രീതിയിലൊക്കെയാണ് കേട്ടോ ഈ ഒരു പെർഫ്യൂം ബോട്ടിൽസൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻസൈഡൊക്കെ അവിടെ എവിടെയായിട്ട് ചെറിയ രീതിയിലൊക്കെ അവർ നല്ല ആർട്ടൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത് ഈ സൂവിനിയേഴ്സ് തന്നെയാണ് കേട്ടോ. സൂവിനിയേഴ്സും ജ്വല്ലറി ഐറ്റംസും പിന്നെ ഇവിടുത്തെ അറബിക് കൾച്ചറിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സൈഡിൽ ഫുൾ ഇങ്ങനത്തെ പഴയ എന്താ ഇതിനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, പഴയ നമ്മുടെ ഐറ്റംസൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പഴയ കുറേ നോട്ടുകൾ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്, ഇത് ശില്പങ്ങളാണ് കേട്ടോ. കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഓൾഡ് ആ ഒരു എന്താ പറയുക, ആ ഒരു കുറേ ഈജിപ്ഷ്യൻ കൾച്ചറിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതേപോലെ കുറേ അറബ് രാജ്യങ്ങളുടെ മിക്സ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. സുവീനിയേഴ്സ് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ സംഗതികളൊക്കെ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു UAE കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് നന്നായിട്ട് ബുർജൽ അറബിൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ ഒരു സ്ഥലത്ത് ഇത് ആക്ച്വലി ഇവിടെ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് റീലിൻ്റെ ഷൂട്ടും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് റീലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഇൻസ്റ്റഗ്രാമും കൂടി പോയൊന്ന് നോക്കേണ്ടതാണ്. എന്നാലല്ലേ ഞാൻ അത്ര എഫേർട്ട് ഇട്ടെടുത്ത വീഡിയോ ഒക്കെ കാര്യം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ തിരിച്ച് കയറി പോവാണ് കേട്ടോ. ഇത്രയും പടികളുണ്ട് ഇവിടെ. ആക്ച്വലി ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ ഇവിടെ പ്രോഗ്രാം നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം അതനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഇവിടെ തുടച്ച് കുട്ടപ്പനാക്കി ഇരിക്കാനുള്ള സെറ്റപ്പിലൊക്കെ ആക്കിയിടും കേട്ടോ. ഒരുപാട് പടികളൊക്കെ കയറി ഞാൻ പോവുകയാണ് ഗൈസ്. എൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് നോക്കി എന്ത് ഭംഗിയില. ബുർജുൽ അറബ് നോക്ക്, നല്ല രസമല്ലേ കാണാനായിട്ട്. നമുക്ക് തിരിച്ചു പോവാട്ടോ ഗൈസ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ട്രൈ ചെയ്യാനൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ചോക്ലേറ്റ്, ഐ മീൻ ഹൽവ. കൊള്ളാട്ടോ. ഗൈസ്, എന്നെ ഈ ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ ഒരു സംഭവം കണ്ടിട്ടാണ് ഞാൻ കയറി വന്നത്. ഇത് ആക്ച്വലി ഒമാൻ്റെ എംബ്ലമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഷോപ്പിൽ ഫുള്ള് ഇങ്ങനത്തെ കുറേ, ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ ഷോപ്പിലും ഇങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങളാണ് കേട്ടോ ഉള്ളത്. നമുക്ക് കുറേ കാലിഗ്രഫി, കുറേ ലൈറ്റ്സ്. നമുക്ക് നോക്കാം. ഇത് ഫുള്ള് ലാമ്പുകളാണ്, ലൈറ്റുകളാണ് ഗൈസ്. എന്ത് ഭംഗിയിലാണ് അവരൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്ക്. ഇവിടെ പിന്നെ കുറേ സുവനിയേഴ്സ് ഉണ്ട്, ദുബായിയുടെ ഓർമ്മയ്ക്കായിട്ടുള്ള സാധനങ്ങൾ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഗിവ് അവേക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ. നല്ല കീ ചെയിൻസ്, അർബാബ്. ഗൈസ്, ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പടിച്ചു. നമുക്ക് തൽക്കാലം സൂഖ് മദീനത്ത് ജുമേരനോട് വിട പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ട്
നമുക്ക് നല്ല ഫുഡ് കഴിക്കണം. അപ്പം നമ്മൾ എന്തായാലും നേരിട്ട് വന്നത് കറാമയ്ക്ക് തന്നെയാണ്. അപ്പോൾ കറാമയിൽ നമ്മൾ നല്ല അടിപൊളി മെഹഫിൽ ബിരിയാണി, കഴിഞ്ഞ ഷോർട്സിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനും ജെന്നയും കൂടി പോയപ്പോൾ ഞങ്ങളൊരു മെഹഫിൽ ബിരിയാണി കഴിച്ചിട്ട് അതിൻ്റെ കൂടെ മയങ്ങി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും നമ്മളൊരു മെഹഫിൽ ബിരിയാണി തന്നെ കഴിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മെഹഫിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ്. ആൾക്കുള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെസ ബേബി ഉറങ്ങിപ്പോയി ഗൈസ്. അല്ലായിരുന്നെങ്കിൽ ഹെസ ബേബിക്ക് കുറച്ച് ബിരിയാണി കൊടുക്കാമായിരുന്നു. അല്ലെങ്കിലും കഴിഞ്ഞ വട്ടം ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോയപ്പോഴും ഹെസ ബേബി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. കട സദ്യ എന്ന് പറഞ്ഞേക്കോ പറ്റിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഇക്കോ എന്താ പറഞ്ഞത്? ചിക്കൻ ലഗോൺ. ചിക്കൻ ലഗോൺ ബിരിയാണി. ലവനൊരു ബീഫ്, ഇവളൊരു ചിക്കൻ ബിരിയാണി. നമുക്ക് അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ മെഹഫിൽ ബിരിയാണി എന്ന് കഴിക്കുന്നത്? അപ്പം മെഹഫിൽ ബിരിയാണി നമ്മൾ ഷാർജയിൽ നിന്ന് കഴിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അലിഞ്ഞു പോയെന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അലിഞ്ഞു പോവോ അലിയാണ്ട് പോവോന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. നോർമൽ അവിടെ തട്ടുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉറപ്പില്ലാത്ത ലഗോണാണ് ഇട്ടത്. അടിപൊളി ഗൈസ്, അടിപൊളി, ഒരു രക്ഷയില്ല. ഇത് ചൂടോടുകൂടി ഞാൻ ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ടല്ലാണ്ട് ഈ ക്യാമറമാനോട് ഞാൻ വിളില്ല എന്നൊക്കെ കഴിക്കാൻ. എന്തായാലും ക്യാമറാമാൻ നോക്കിയിരുന്ന് വെള്ളം ഇറക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.